ദേശീയപാത നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലപ്പുറം രണ്ടത്താണിയിൽ ഭൂഗർഭ നടപ്പാത അനുവദിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ സമരം 430 ദിവസം പിന്നിട്ടു. തങ്ങളുടെ ന്യായമായ ആവശ്യം പരിഗണിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പല തവണകളിലായി വലിയ പ്രതിഷേധങ്ങളാണ് രണ്ടത്താണിയിൽ സംഘടിപ്പിച്ചിരുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത റോഡ് ഉപരോധങ്ങൾ വരെ സംഘടിപ്പിച്ചു. എന്നാൽ സമരങ്ങളെ വളരെ ക്രൂരമായി പോലീസ് നേരിട്ടതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു. പിഞ്ചുകുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇരുവശങ്ങളിലേക്കും കടക്കാനായി ഒരു അടിപ്പാത വേണമെന്ന തങ്ങളുടെ ന്യായമായ ആവശ്യം അധികൃതർ പരിഗണിക്കാത്തതിൽ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഈ രണ്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എല്ലാ വിദ്യാലയങ്ങളും റോഡിൻ്റെ അപ്പുറത്താണ്. അതേപോലെ പോസ്റ്റ് ഓഫീസ്, മാവേലി സ്റ്റോർ, റേഷൻ കട, മുഴുവൻ കടകളും, മാർക്കറ്റ്, ബാങ്കുകൾ എല്ലാം ഈ റോഡിൻ്റെ അപ്പുറത്ത്. ഒരു വലിയൊരു ജനവിഭാഗം ഈ ഭാഗത്ത് ജീവിക്കുന്നു. ഇതേപോലെ ഹൈവേയുടെ വികസനത്തിൽ വേറെ എവിടെയും ഉണ്ടായിട്ടില്ല. ജനങ്ങളൊക്കെ ഒരു ഭാഗത്തും ഈ ജനങ്ങളെ ആശ്രയിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ആ ഒരു ഭാഗത്തുള്ള വേറെ എവിടെയില്ല. വികസനത്തെ തങ്ങൾ എതിർക്കുന്നില്ലെന്നും എന്നാൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു തരണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? വികസനം അത്യാവശ്യമാണ്, നമുക്ക് നാടിന് അത്യാവശ്യമാണ് വികസനം. പക്ഷേ ഇങ്ങനെ മറ്റുള്ള ജനങ്ങളുടെ, പാവപ്പെട്ട ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ടായിരിക്കരുത് വികസനം. ഇരുവശങ്ങളിലേക്കും കടക്കാൻ വഴിയില്ലാതായതോടെ അധികൃതർ കണ്ണു തുറക്കാനായി വിദ്യാർത്ഥികളെ കോണി വെച്ചു കയറ്റി റോഡിന്റെ മറുവശത്തെത്തിക്കാൻ നാട്ടുകാർ ശ്രമം നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിഷയത്തിൽ പരിഹാരമായില്ലെങ്കിൽ വോട്ടുകൾ ബഹിഷ്കരിക്കുമെന്ന് നാട്ടുകാർ ജനപ്രതിനിധികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടിപ്പാത അനുവദിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. മീഡിയ 1 തിരൂർ.